ഒരു വീടിൻ്റെ മുകളിൽ ടെറസ് ആസ്പെറ്റോ ഷീറ്റിട്ട് കൺവേർട്ട് ചെയ്ത ഒരു സ്പേസിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല ചൂടല്ലേ അവിടെ? ഒരു മാർച്ചിലാണ് സർ തുടങ്ങിയത്. നല്ല സമയം. നല്ല സമയമായിരുന്നു. 45,000 ഇൻ ഹാൻഡ് കിട്ടിക്കൊണ്ടിരുന്ന ആളാണ് സർ. അന്നത്തെ കാലത്ത് വലിയ തുകയാണ്. വലിയ തുകയാണ്. അവിടെ നിന്നാണ് ചെറിയൊരു 8,000 രൂപയിലേക്ക് അതെ വന്നത്. അതെ. ഒന്ന് സംരംഭകരെ പറഞ്ഞ് മനസ്സിലാക്കുക, ഒരു സിസ്റ്റംസ് ആൻഡ് പ്രോസസ് ഡ്രിവൺ ലേക്ക് പോകണം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എനിക്ക് കിട്ടിയിരുന്നത് വെച്ചാൽ who the hell are you to tell me how to run my business എന്നുള്ളതായിരുന്നു. തന്നെയാണ് മുന്നോട്ട്. സ്ട്രഗിൾസ് ആയിരുന്നു അല്ലേ? തീർച്ചയായിട്ടും സർ, തീർച്ചയായിട്ടും. അത്ര എളുപ്പമായിരുന്നില്ല. അത്ര എളുപ്പമായിരുന്നില്ല. വാട്ട് എവർ ഹാപ്പൻസ് ലാസ്റ്റ് ഡേ ഓഫ് ദ മന്ത് സാലറി ഹാസ് ബീൻ ഗിവൺ. അത് ഞാൻ എന്നും അത് നിലനിർത്തുന്ന ഒരു കാര്യമാണ്. അപ്പം അതിപ്പോൾ എൻ്റെ ഗോൾഡ് പ്ലെഡ്ജ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ സേവിങ്സ് ബ്രേക്ക് ചെയ്തിട്ടായിരിക്കാം. ഐ ഡിഡ് ഇറ്റ്. പ്രോ ഹബ്ബ് താങ്കൾ ചെറുകിട സ്മോൾ ആൻഡ് മീഡിയം സംരംഭകരെ സഹായിക്കുന്ന ഒരു ബിസിനസ്സിലാണ്. എന്തൊക്കെ മേഖലയിലാണ് താങ്കൾ ഇവരെ സഹായിക്കുന്നത്? പല സംരംഭകർക്കും ഈ അക്കൗണ്ടന്റിനോട് എന്താണ് ചോദിക്കേണ്ടതെന്ന് അറിയില്ല, എന്ത് റിപ്പോർട്ടാണ് ചോദിക്കേണ്ടതെന്ന് അറിയില്ല, സെയിൽസുകാരോട് എന്താ ചോദിക്കുക, ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നിങ്ങൾ പറയുന്നത് പ്രോ ഹബ്ബ് അവരെ എന്ത് ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്, എന്ത് റിപ്പോർട്ടാണ് കിട്ടേണ്ടത്, അത് കിട്ടിയാൽ എന്താണ് നോക്കേണ്ടതെന്ന് നിങ്ങൾ പഠിപ്പിക്കും. നമ്മുടെ രാജ്യത്ത് മാത്രമാണോ? സർ, അതൊരു വഴിത്തിരിവാണ് നമുക്ക് 2018 നടന്നത്. വെൻ വി കൺവേർട്ടഡ് ദിസ് ഇൻടു കമ്പനി, വി ഫസ്റ്റ് ഹാഡ് അക്വയർഡ് എ ക്ലയന്റ് ഇൻ UK. ഈ ഒരു സംരംഭത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു നിമിഷമുണ്ടോ, അത് നിർത്തിപ്പോയാലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഒബ്വിയസ്ലി സർ. പക്ഷേ ക്വിറ്റിംഗ് ഇസ് നോട്ട് എൻ ഓപ്ഷൻ. ഈ എളിയ വിജയത്തിന് ക്രെഡിറ്റ് ആർക്ക് കൊടുക്കും? എൻ്റെ ടീം സർ. ദാറ്റ്സ് ഇറ്റ്. എല്ലാ സംരംഭകരുടെയും ഒരു പെയിൻ പോയിന്റ്, വിഷമമുള്ള ഒരു ഏരിയയാണ് നമ്മളുണ്ടെങ്കിൽ ബിസിനസ് നടക്കും, നമ്മളില്ലെങ്കിൽ ബിസിനസ് ഇല്ല. ചില ആൾക്കാരുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ, അവരുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കും, ഒരു സുപ്രഭാതത്തിൽ അവരില്ലാതായാൽ, അവർ രാജിവെച്ച് പോയാൽ നമ്മുടെ സ്ഥാപനം താഴെ പോകും. നിരവധി പ്രശ്നങ്ങൾ. ഇത് പീപ്പിൾ റൺ ടു പ്രോസസ് റൺ എന്ന് പറയും. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഒരു വനിതാ സംരംഭക, അദ്ദേഹം നന്നായി ജോലി ചെയ്ത് പഠിച്ച മേഖലയിൽ ഒരു സംരംഭം തുടങ്ങാനിറങ്ങുന്നു. ഹാർഡ്ഷിപ്പുകൾ നിരവധിയാണ്. ആദ്യം സ്ട്രഗിൾ ചെയ്തു, പക്ഷേ ഇന്ന് നല്ലൊരു സ്ഥാപനം പടുത്തുയർത്തി മറ്റുള്ള സംരംഭകരെ സഹായിക്കുന്ന ഒരു മേഖലയിലുള്ള ശ്രീദേവി എന്ന യുവ സംരംഭകയാണ് ഹോട്ട് സീറ്റിൽ എന്നോടൊപ്പം. എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീദേവി, സ്വാഗതം സ്പാർക്കിലേക്ക്. ശ്രീദേവിയെ ഞാൻ വർഷങ്ങൾ മുമ്പ് VBയുടെ പ്ലാറ്റ്ഫോമിലാണ് കാണുന്നത്. പിന്നീട് എൻ്റെ ഈഗിളിൽ വന്നു. നിരവധി കോച്ചിങ് പ്രോഗ്രാം, നമ്മൾ ഗ്രൂപ്പായി യാത്രകൾ ചെയ്തിട്ടുണ്ട്, ദുബായ് അടക്കം. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വളരെ പാഷനേറ്റും എനർജറ്റിക് ആയിട്ടുള്ളൊരു ഓൺട്രപ്രണറാണ് ശ്രീദേവി. അതുകൊണ്ട് തന്നെ ഈ പ്ലാറ്റ്ഫോം താങ്കൾക്ക് അർഹതപ്പെട്ടതാണ്. താങ്ക് യു സർ. ശ്രീദേവിയുടെ നാട് എവിടെയാണ്? സർ, ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ കൊച്ചിയിലാണ്. സോ വെരി മച്ച് കൊച്ചിക്കാരിയാണ്. അതെ. ഓക്കെ, എന്തായിരുന്നു പഠനമൊക്കെ? സർ, ഞാൻ ചിന്മയ വിദ്യാലയയിലാണ് പഠിച്ചത്, ഇവിടെ വടുതല. കോമേഴ്സ് ആണ് ചൂസ് ചെയ്തത് ആഫ്റ്റർ 10th. BCom ചെയ്തു, MCom ചെയ്തു, CA ഇന്റർ ക്വാളിഫൈഡ് ആണ്. ദാറ്റ്സ് ഹൗ. ഓക്കെ, ഒരു ഇന്റർ ക്വാളിഫൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇനി ഫൈനലിന് എത്ര ഗ്രൂപ്പും കൂടി കിട്ടാറുണ്ട്? സർ, ഒരു ഗ്രൂപ്പ് കൂടെ ബാക്കിയുണ്ട്. പക്ഷെ MCom ആണ്. MCom ആണ്. ശരി. താങ്കളുടെ ഫാമിലി ആരെങ്കിലും ബിസിനസ്സിലാണോ? സർ, ഫാദർ ബിസിനസ്സിലാണ്. അപ്പോൾ ഒരു 3 ബിസിനസ് ബ്ലഡിലുണ്ട്. സോ അങ്ങനെ ബിസിനസ്സിൽ തന്നെ പരാജയങ്ങളിൽ നിന്ന് വന്നൊരു ഫാമിലിയാണ്. അബ്സല്യൂട്ട്ലി സർ. എന്താണ് അത് പറ്റിയത്? സർ, ഫാദർ വർക്ക് ചെയ്യായിരുന്നു. ഇവിടെ ഒരു ടെക്സ്റ്റൈൽ രംഗത്താണ് അദ്ദേഹം ഉള്ളത്. സോ ഒരു നല്ലൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു. 85-86 വെൻ ഐ വാസ് ഓൺലി 4-5 years old. ദാറ്റ്സ് വെൻ ഹി സ്റ്റാർട്ടഡ് ഹിസ് ബിസിനസ്. ആൻഡ് വളരെ ഭംഗിയായി പോയി. എല്ലാ അപ്സ് ആൻഡ് ഡൗൺസും നമ്മൾ കണ്ടിട്ടുണ്ട്. ലക്ഷറി കണ്ടിട്ടുണ്ട്, ഡൗൺഫോൾ കണ്ടിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് ഒരു ഡിറ്റർമിൻഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. സോ പക്ഷേ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അത് കംപ്ലീറ്റ്ലി ഫേഡ് ഔട്ട് ചെയ്ത് ഒരു എന്താ പറയുക, ഒരു കംപ്ലീറ്റ് ക്ലോജറിലേക്കാണ് അത് പോയത്. അത് എനിക്ക് മറ്റൊരാളിൽ കാണുന്നത് ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അതിൽ എന്തുകൊണ്ടാണ് ബിസിനസ് ഫെയിൽ ചെയ്യുന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് എനിക്ക് എന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, പ്രായത്തിൽ തന്നെ. അത് വളർച്ചയും തളർച്ചയും കണ്ടതാണ്. അപ്പം എവിടെയൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത് പോയതെന്ന് ചെറുപ്രായത്തിന് മനസ്സിൽ കയറിയിട്ടുണ്ട്. പക്ഷെ അതിലേക്കൊന്ന് ആക്ട് ചെയ്യുന്നതൊക്കെ പിന്നീടാണ്. പഠനം കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്? സർ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഞാൻ CA ഫൗണ്ടേഷൻ പാസ്സായത്. അപ്പം ഒരു വർഷമേ കോളേജിൽ പോയിട്ടുള്ളൂ. അപ്പം പ്രൈവറ്റ് സ്റ്റഡി ആയിരുന്നു. ബാക്കിയെല്ലാം സർ പ്രൈവറ്റ് ആയിട്ടാണ്. BCom MCom ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അലോങ് വിത്ത് ജോബ് തന്നെയാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്.
ഇപ്പോൾ CA ഫൗണ്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ CA ആർട്ടിക്കിൾഷിപ്പിന് ജോയിൻ ചെയ്യണമല്ലോ ഒരു ചാർട്ടർ അക്കൗണ്ടൻ്റ് ഓഫീസിൽ. അങ്ങനെ ഞാൻ അങ്ങനെ ജോയിൻ ചെയ്യുകയും പിന്നെ ആർട്ടിക്കിൾഷിപ്പ് വഴി ആ റൂട്ടിലാണ് പിന്നെ പോവുകയും ചെയ്തത്. അപ്പം അറൗണ്ട് ഫ്രം 17 years of age I have been seeing businesses all around me. അതെ, ചുറ്റും അതെ. ബിസിനസ്സുകളും കണക്കുകളും ഇതൊക്കെയാണ് കണക്കുകളും കണ്ടത് അതെ അല്ലേ? അതെ അതെ അതെ. ആർട്ടിക്കിൾഷിപ്പും നല്ലൊരു ആളുടെ കൂടെ തന്നെയാണ് ചെയ്തത്. നല്ലൊരു സ്ഥാപനത്തിലാണ് ചെയ്തത്. ഒരുപാട് എക്സ്പോഷർ എനിക്ക് അതിൽ നിന്ന് അവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് തന്നെ അല്ലേ? അത് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ് ഒരു തൊഴിലിലേക്ക് ഇറങ്ങുന്ന എപ്പോഴാണ്? സർ ആദ്യമായിട്ട് ഒരു ജോബ് എന്ന് പറഞ്ഞ് കയറുന്നത് ജിയോജിത് കമ്മോഡിറ്റീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ്. അന്ന് കമ്മോഡിറ്റി ട്രേഡിങ്ങിന് 2 വർഷം പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതും ഒരു ഭാഗ്യമായി കാണുന്നു. ഒരു ഒരു അപ്കമിങ് മേഖലയിൽ ഒരു ജോബ് അക്കൗണ്ട്സിലായിരുന്നു. എന്നാലും ആ ഒരു ബിസിനസ് മനസ്സിലാക്കാനും പഠിക്കാനും സാധിച്ചിരുന്നു സർ. അത്ര ഏർലി എത്ര സ്റ്റേജ്. നാൾ അവിടെ ഉണ്ടായിരുന്നു? സർ ലെസ് ദാൻ എ ഇയർ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഈ CA പഠിക്കുന്ന ആൾക്കാർക്ക് മെയ്യും നവംബറും ഒരു പരീക്ഷ സമയമാണ്. സോ അവിടെ നിന്ന് മുങ്ങുന്ന ഒരു അത് സമയം. പോകുന്നൊരു സമയമാണ്. സോ കാര്യം ഒരിക്കലും നമുക്ക് മനസ്സുകൊണ്ട് നിർത്താനും സാധിക്കില്ല. എഴുതിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു എന്തെങ്കിലും എന്തെങ്കിലും പാസ്സാവുന്ന. പാസ്സാവുന്ന പ്രതീക്ഷയിൽ. അതെ. ശരി, അതിനുശേഷം പിന്നീട് എവിടെയാണ് ചെയ്യുന്നത്? സർ പിന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് നയിക്കുന്ന ഒരു ഓട്ടോമൊബൈൽ സെഗ്മെന്റിൽ ഒരു സ്ഥാപനത്തിലാണ് പിന്നെ ജോലിക്ക് പോയത്. എൻ്റെ എല്ലാ ലേണിങ്സും നോളജിൻ്റെയും ഒരു ബേസ് ആണ് സർ. തറവാടാണ് അവിടെ കിട്ടിയ ഒരു എക്സ്പോഷർ. ഞാൻ ഇന്റേണൽ ഓഡിറ്റിലാണ് ജോയിൻ ചെയ്തതെങ്കിലും അവിടെ നിന്ന് ഇറങ്ങുന്നത് ഡെപ്യൂട്ടി ഫിനാൻസ് മാനേജർ ആയിട്ടാണ്. ഓ, വെരി ഗുഡ്. ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്, ലോട്ട്സ് ഓഫ് ലേണിങ്സ്, പീപ്പിൾ ഇൻട്രാക്ഷൻ, ബിസിനസ്സിൻ്റെ ഏറ്റവും റിസ്കി ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഹൗ യു ഷുഡ് ലുക്ക് അറ്റ് ഇറ്റ് എന്നൊക്കെ അവിടെ നിന്ന് പഠിച്ചു. പഠിച്ചത് അവിടെ നിന്നാണ് സർ. ശരി, അതിനുശേഷം വേറെ എന്തെങ്കിലും ജോലി ചെയ്തോ? പിന്നെ സർ അവിടെ ഒരു SAP ഇംപ്ലിമെൻറ്റേഷൻ നടന്നിരുന്നു. Okay. SAP ERPയിലേക്ക് ഒരു കമ്പനി മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 13ഓളം ബ്രാഞ്ചുകളുള്ള 3 സ്റ്റേറ്റുകളിലായിട്ട് കിടന്നിരുന്ന ബ്രാഞ്ചുകളുള്ള ഒരു ബിസിനസ്സിനെ നമ്മൾ SAPയിലേക്ക് കൺവേർട്ട് ചെയ്തിരുന്നു. അതൊരു വലിയൊരു വഴിത്തിരിവായിരുന്നു. സോ ഞാൻ ആ പ്രോജക്റ്റ് ലീഡ് ചെയ്തിരുന്നത്. പൂങ്കുടി മോട്ടോഴ്സ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ പൂങ്കുടി ഏജൻസീസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് മാറിയത്. അപ്പം അതിൽ നിന്ന് ദാറ്റ് എക്സ്പീരിയൻസ് വാസ് ഗ്രേറ്റ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ SAP ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ എടുത്തിരുന്നു സർ. ഓ, വെരി ഗുഡ്. ആൻഡ് അവിടുത്തെ ഉള്ള പ്ലേസ്മെന്റ് സപ്പോർട്ടോടുകൂടി ഞാൻ ഡെലോയിറ്റ് കൺസൾട്ടിങ്ങിൽ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യാൻ സാധ്യത. വലിയൊരു സ്ഥാപനമാണ്. അതെ, എക്സാക്ട്ലി സർ. അതൊരു ബിഗ് 4 കമ്പനിയാണ്, എല്ലാവർക്കും അറിയാവുന്ന പോലെ. ഓഡിറ്റ് ഫേം അല്ല, കൺസൾട്ടിങ് ഫേമിലാണ്. US ഡയറക്ട് സബ്സിഡറി കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. SAP ഇംപ്ലിമെന്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ സപ്പോർട്ട് കൊടുക്കുന്ന ജോബായിരുന്നു അത്. അപ്പോൾ ഒരു ഗ്ലോബലി ഒരു പെർസ്പെക്റ്റീവ് കിട്ടി. എങ്ങനെയാണോ വലിയ രാജ്യങ്ങളിൽ വലിയ ബിസിനസ്സുകൾ നടക്കുന്നത്, അതൊക്കെ പഠിക്കാനുള്ള ഒരു അവസരമായിരുന്നു. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു സർ. അത് വലിയൊരു വഴിത്തിരിവ് തന്നെയാണ് എൻ്റെ ലൈഫിൽ അത് ഉണ്ടാക്കി. ചെറുപ്രായത്തിൽ നമുക്കൊരു അടി കിട്ടിയിട്ടുണ്ട്. ഫാദർ ബിസിനസ് നടത്തി പൊളിഞ്ഞൊരാളുമാണ്. ആ വിഷമങ്ങൾ ഉള്ളിലുണ്ട്. അത് ഒരു സംരംഭം തുടങ്ങാൻ തടസ്സമായോ അതോ സംരംഭത്തിലേക്ക് ഇറങ്ങിയോ? അതാണ്, റിസ്ക് ഉണ്ടായിരുന്നു, ഫെയിലിയേഴ്സ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബട്ട് ദാറ്റ് ഡിഡ്ന്റ് സ്റ്റോപ്പ് മീ സർ. ഇപ്പം എക്സ്പോഷർ ഉണ്ടല്ലോ, ഇപ്പം നമുക്ക് അറിയുന്ന കുറേ കാര്യങ്ങൾ, ലേണിങ്സ് സംഭവിച്ചു. അപ്പം ഐ ഓൾസോ വാണ്ട് ടു ഗെറ്റ് ഇൻ ടു ദിസ്. അപ്പം അങ്ങനെയാണ് സംരംഭത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോന്നു. ഫോർ മെഡിക്കൽ റീസൺസ് ഐ കെയിം ബാക്ക്. ഓക്കെ, സോ then it was തിരിച്ചു പോണോ വേണ്ടയോ അല്ലെങ്കിൽ വേറെ ജോലി നോക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ നിന്നാണ് ഞാൻ തീരുമാനിച്ചത്. I'm done. Now I want to do something on my own എന്നുള്ളത്. അപ്പോൾ ഈ സംരംഭകരെ ആ ഫെയിലിയറിൽ നിന്ന് സഹായിക്കുന്ന മേഖലയിലോട്ട് ഇറങ്ങാനാണ് താങ്കളുടെ മനസ്സിലുള്ളത്? അപ്പോൾ മനസ്സിലുണ്ടായിരുന്നത് തന്നെയാണ്. എങ്ങനെയായിരുന്നു തുടക്കം? എന്താണ് സ്ഥാപനത്തിന്റെ പേര്? ഓക്കെ, ഇനീഷ്യലി SK കൺസൾട്ടൻസി എന്നായിരുന്നു. ശ്രീദേവിക്ക് ഷോർട്ട് SK കൺസൾട്ടൻസി എന്ന പേരിൽ ഞാൻ BNIയിൽ ജോയിൻ ചെയ്തു. കാര്യം നമ്മൾ എംപ്ലോയ്മെൻറ്റ് മേഖലയിൽ നിന്നാണ് വരുന്നത്. അപ്പം വേറെ കണക്ഷൻസ് ഒന്നുമില്ല. അങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ട് ഞാൻ BNIയിൽ ജോയിൻ ചെയ്തു. അന്ന് BNI ചെറിയ കൂട്ടായ്മയാണ്. അപ്പം എന്നെ പോലെ ബിഗിനേഴ്സും ചെറിയ രീതിയിൽ വലിയ ബിസിനസ്സായിരുന്നല്ലോ, എന്നാൽ SME സെഗ്മെൻറ്റിലുള്ള ബിസിനസ്സുകാരുടെ ചാപ്റ്റർ ആയിരുന്നു അത്. അപ്പോൾ അത് ഒത്തിരി എക്സ്പോഷർ, നമുക്ക് നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യാൻ സഹായിച്ചു. പക്ഷെ അപ്പോഴും എൻ്റെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ബിസിനസ് പ്രോസസ് എന്നായിരുന്നു. അപ്പം അവിടെ നിന്ന് ലൈക്ക് ആൾക്കാരെ കൺവിൻസ് ചെയ്യാനൊക്കെ പാടായിരുന്നു. എന്താണ് ബിസിനസ് പ്രോസസ്, വാട്ട് ഗുഡ് ഇറ്റ് വിൽ ഡു എന്നൊക്കെ, എന്ത് സഹായിക്കും എന്നുള്ളതൊന്നും എനിക്ക് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് വിജയ് ഭവ ഒരു ബാച്ചിൽ ട്രെയിനിങ് ജോസഫ് സാറിൻ്റെ ഇതിലുള്ള അതിൽ ഞാൻ പോയി ജോയിൻ ചെയ്യുകയും നമ്മൾ കണ്ടുപിട്ടുന്നതും. എക്സാക്ട്ലി. അപ്പം അന്ന് ജോസഫ് സാറ് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മളുടെ പേരിൽ പോലും, അതായത് നമ്മളുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ പോലും നമ്മളുടെ ബ്രാൻഡ് അടങ്ങിയിരിക്കുന്നതാണ് അതിൻ്റെ ശരിയെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. SK കൺസൾട്ടൻസിൻ്റെ 3/4 വെബ്സൈറ്റും കംപ്ലീറ്റ് ആയിരുന്നു, വേറെ കളർ തീമായിരുന്നു. അതിൽ നിന്ന് ഒന്നും ആലോചിച്ചില്ല, പേര് മാറ്റണം എന്നുള്ള തീരുമാനമായിരുന്നു. ഒരു 3-4 ദിവസത്തെ ആലോചനയ്ക്ക് ശേഷമാണ്
എന്നെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന, ഇന്നും എനിക്ക് ഐഡൻറ്റിറ്റി ഉള്ള എൻ്റെ ഒരു പേരിലേക്ക് ഞാൻ ലാൻഡ് ചെയ്യുന്നത് processhub.in വെരി എന്നുള്ളത്. ഗുഡ്. അപ്പോൾ ഈ സ്ഥാപനം എവിടെയാണ് തുടങ്ങിയത്? സർ അതൊരു തട്ടിൻ്റെ പുറത്താണ് സർ. അതിന് തട്ടിൻ്റെ ഉറവോ? തട്ടിൻ്റെ അതെവിടെയാ പുറത്ത്, അത്? അതായത് ചെറുപറമ്പത്ത് റോഡിൽ ഒരു വീടിൻ്റെ കടവന്തറ. കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിൽ ഒരു വീടിൻ്റെ മുകളിൽ ടെറസ് ആസ്പെറ്റോ ഷീറ്റ് ഇട്ട് കൺവേർട്ട് ചെയ്ത ഒരു സ്പേസിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആസ്ബറ്റോസ്. ആസ്പെറ്റോസ് അപ്പോൾ നല്ല ചൂടല്ലേ അവിടെ? ഒരു മാർച്ചിലാണ് സർ തുടങ്ങിയത്. ആ, നല്ല അപ്പോൾ സമയം. നല്ല സമയമായിരുന്നു. ഈ ചൂടത്തും ക്ലൈമറ്റും ഒരുപാട് നമ്മൾ അതിൽ ഒരു ഫിസിക്കൽ കണ്ടീഷൻസ് വെയർ നോട്ട് സോ ഗ്രേറ്റ്, ബട്ട് സ്റ്റിൽ. അപ്പോൾ ആദ്യ ക്ലയൻ്റ് ആരായിരുന്നു? സർ ആദ്യ ക്ലയൻറ്റ് ഒരു ഫ്രണ്ടിൻ്റെ ഫാദറായിരുന്നു. ഒരു പ്രൊജക്ഷൻസ് ഉണ്ടാക്കി കൊടുത്ത് അവരുടെ അക്കൗണ്ട്സ് നോക്കി പ്രൊജക്ഷൻസ് ഉണ്ടാക്കി കൊടുക്കലായിരുന്നു സർ ആദ്യത്തെ ജോബ്. അത് ചെയ്യാനല്ല ഞാൻ തുടങ്ങിയത്, എന്നാലും അതായിരുന്നു എൻ്റെ ഫസ്റ്റ് എന്ത് ജോബ് എന്ന് വരുമാനം? പറയുന്നത്. സർ അന്നൊരു 8,000 റുപ്പീസാണ് അദ്ദേഹം അതിന് തന്നത്. എത്ര രൂപ ശമ്പളത്തിലാണെന്ന് ജോലി ചെയ്തിരുന്നത്? സർ 45,000 ഇൻ ഹാൻഡ് കിട്ടിക്കൊണ്ടിരുന്ന ആളാണ് സർ. അന്നത്തെ കാലത്ത് അത് വലിയ തുകയാണ്. വലിയ തുകയാണ്. അവിടെ നിന്നാണ് ചെറിയൊരു 8,000 രൂപയിലേക്ക് അതെ അതെ, ഒതുങ്ങുന്നത്. കറക്റ്റ്. പിന്നീട് വളർച്ച എങ്ങനെയായിരുന്നു? സർ നമുക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. സോ ഡെഫിനറ്റ്ലി even though there were a lot of unfavorable conditions in terms of office, in terms of struggles and all that, still our excitement of doing something on my own, അത് ഭയങ്കരമായിട്ട് എന്നെ ഫ്യൂൽ ചെയ്യുന്ന ഒരു സാധനമാണ്. സോ അങ്ങനെ നമ്മളത് വീണ്ടും കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയും പ്രോസസ്സിന് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ നമ്മൾ മുന്നോട്ട് തന്നെ പോയിട്ടുള്ളൂ. ഓൾവേസ് ഇറ്റ്സ് ബീൻ. അതിൽ തടസ്സങ്ങളുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും സാർ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. കാര്യം ഒന്ന്, സംരംഭകരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു സിസ്റ്റംസ് ആൻഡ് പ്രോസസ് ഡ്രിവൺ ലേക്ക് പോകണമെന്ന് പറയുമ്പോൾ ഫസ്റ്റ് എനിക്ക് കിട്ടിയിരുന്നത് വെച്ചാൽ ഹൂ ദ ഹെൽ ആർ യു ടു ടെൽ മീ ഹൗ ടു റൺ മൈ ബിസിനസ് എന്നുള്ളതായിരുന്നു. നീ ആരാണ് എന്റെ ബിസിനസ് പഠിപ്പിക്കാൻ? പഠിപ്പിക്കാൻ എൻ്റെ ബിസിനസ് എനിക്കല്ലേ അറിയുള്ളൂ എന്നാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ തന്നെയാണ്. ബട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിനോട് കൂടി സിസ്റ്റംസ് ആൻഡ് പ്രോസസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഒരു പ്രൊഫഷണൽ രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളത് ഒരു കാര്യം തന്നെയായിരുന്നു അന്ന്. ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. ഞാനത് മനസ്സിലാക്കി ബിക്കോസ് എൻ്റെ ഫാദറിൻ്റെ ഒരു ബിസിനസ് ഫെയിലിയറിൽ നിന്നാണ്. അപ്പം അതിൽ ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരുന്നില്ല കൂടുതലും. ഇറ്റ് ഇസ് അബൌട്ട് പ്രോബ്ലി ലോട്ട് ഓഫ് പ്ലാനിങ് ഡെഫിസിറ്റും എങ്ങനെ മുന്നോട്ട് അതിനെ സക്സീഡ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ ഈ കൺഫ്യൂഷനിലായിരിക്കാം. ആർട്ടിക്കിൾഷിപ്പ് തന്നെ താങ്കൾക്ക് ഒരു നല്ല ഒബ്സർവേഷൻ സ്കില്ലും ഉണ്ട്. തീർച്ചയായിട്ടും സാർ, ബിക്കോസ് മറ്റൊരാളുടെ ഷൂസിൽ നിന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് ഔട്ട്കം കൊണ്ടുവരാൻ പറ്റത്തുള്ളായിരുന്നു. സോ ഫ്രം ദ ഏജ് ഓഫ് 17-18 itself, ദാറ്റ് വാസ് എ സ്കിൽ ദാറ്റ് ഹാസ് stuck with me. ശരിയാണ്. അപ്പോൾ ഒരു സംരംഭകൻ ആ. അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിലപ്പോൾ കാണുന്നതിനേക്കാളും ഭംഗിയായി പുറത്തുനിന്നുള്ള ഒരാൾക്ക് അഡ്വൈസ് ചെയ്യാൻ സാധിച്ചേക്കാം. Absolutely സർ. പ്രോസസ് ഹബ് അന്ന് തുടക്കുമ്പോൾ Yeah. എത്ര എംപ്ലോയീസ് ഉണ്ടായിരുന്നു? സർ അന്ന് ഒരാളുണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് ഒരു ഏറ്റവും ക്രേസി ആയിട്ടുള്ള ഡിസിഷൻ അന്ന് എടുത്തത് തട്ടുംപുറത്തുനിന്ന് നേരെ ഒരു കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി കൊടുക്കണം Okay. കമ്പനിക്ക് എന്നുള്ളത്. പൈസയൊക്കെ എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയാൻ പാടില്ല. ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തന്നെയായിരുന്നു. എന്നാലും വി ഷിഫ്റ്റഡ് അവർ ഓഫീസ് ടു സെൻറ്ററേ, അന്നത്തെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള കോ വർക്കിംഗ് സ്പേസ്. ഇപ്പോഴും ദേ ആർ ഡൂയിങ് ഗുഡ്. അവിടേക്കാണ് ഞങ്ങൾ ഒരു 3-seater സ്പേസിലേക്കാണ് മൂവ് ചെയ്തത്. ഒരു 8 മാസം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആൾക്കാരുടെ എണ്ണം കൂടിയപ്പോഴാണ് പിന്നെ അവിടെ നിന്ന് മാറി ജവഹർ നഗറിലൊരു ഓഫീസിലേക്ക് വന്നത്. അത് ശരി. അപ്പോൾ അവിടെ എക്സ്പെൻസീവ് ആയി അത്. എക്സ്പെൻസീവ് ആയിരുന്നു. അതിന് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഞാൻ കാണാൻ ശ്രമിക്കുന്നു. ഡിലോയിറ്റ് പോലൊരു നല്ല സ്ഥാപനത്തിൽ ബാംഗ്ലൂരിൽ ഉയർന്ന ശമ്പളവുമായി ജോലി ചെയ്യുന്ന താങ്കൾ ഒരു കാര്യമില്ലാതെ പെട്ടെന്ന് കയറി സംരംഭകയാവുക, അതെ. കയ്യിലുള്ള കാശ് കളയുക, അതെ. കുടുംബവും ബാക്കിയുള്ളവരൊക്കെ എന്താ പറഞ്ഞു ആ സമയത്ത്? സർ എല്ലാവർക്കും അങ്ങനെ അതിനോട് പൊരുത്തപ്പെടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒബ്വിയസ്ലി ബിക്കോസ് ഒരു സെക്യൂർഡ് ജോബിൽ നിന്ന് നന്നായിട്ട് നല്ല പേയ്മെൻറ്റും ഉണ്ടായിരുന്ന ഒരു പാക്കേജിൽ നിന്ന് നമ്മൾ ഇങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഫാമിലി സപ്പോർട്ട് ചെയ്തിരുന്നില്ല. മനസ്സുകൊണ്ട് ഓക്കെ എന്താ വെച്ചാൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നു. അത് പറയാൻ പേടിയാണ് എന്നോടൊക്കെ എന്തെങ്കിലും പറയാനൊക്കെ. അപ്പം അതുകൊണ്ട് അവർ സൈലൻ്റ്ലി ദേ ജസ്റ്റ് വെദർ ദേ ലൈക്ഡ് ഇറ്റ് ഓർ നോട്ട്, ഇതൊക്കെ കഴിയുമ്പോൾ തിരിച്ചിങ്ങോ വരും, എവിടെയെങ്കിലും മൂലക്കിരുന്നോളും എന്നുള്ളൊരു എന്നുള്ളൊരു ഇതാണ് എനിക്ക് കിട്ടിയത്. അതും ഞാൻ പക്ഷേ പോസിറ്റീവായിട്ടാണ് കണ്ടത്. ഓക്കെ ദാറ്റ്സ് ഫൈൻ, ലെറ്റ് മീ സീ വാട്ട് ഐ ക്യാൻ ഡു എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട്. സ്ട്രഗിൾസ് ആയിരുന്നു അല്ലേ? തീർച്ചയായിട്ടും സർ, തീർച്ചയായിട്ടും. അത്ര എളുപ്പമായിരുന്നില്ല. അത്ര എളുപ്പമായിരുന്നില്ല. ചെയ്യാൻ ആഗ്രഹിച്ചതൊന്ന്, പിന്നെ സർവൈവലിന് വേണ്ടി ചെയ്യാൻ തുനിഞ്ഞത് വേറെ. ലൈക്ക് അക്കൗണ്ട്സും അഫ്കോഴ്സ് ഇറ്റ് വാസ് ഇൻ മൈ ബ്ലഡ്, ബട്ട് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസിൽ ഏറ്റവും ഡിസിപ്ലിൻ കൊണ്ടുവരേണ്ട ഒരു മേഖലയാണ്. അപ്പം അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഹാർട്ട് അറ്റാക്സ് ഉണ്ടാവാൻ ഭയങ്കര എളുപ്പമാണ് ഇഫ് ബിക്കോസ് ഹാർട്ട് ആൻഡ് ലൈഫ് ഓഫ് എനി ബിസിനസ് ഇസ് അക്കൗണ്ട്സ് ഫിനാൻസ്. അപ്പം ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അത് ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ റോള് ഏറ്റവും അധികം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അത് മറ്റുള്ള സ്ഥാപനത്തിൽ കൊണ്ടുവന്നാൽ തന്നെ ഒരുപാട്
ഡിസിപ്ലിൻ അവരുടെ കാര്യങ്ങളിലും വർക്ക് ഫ്ലോസിലൊക്കെ വരുമെന്ന് ഞാൻ വിശ്വസിച്ചു. അപ്പോൾ ശ്രീദേവി പല പല വെർട്ടിക്കിൾസിലേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുന്ന അറിയാതെ തന്നെ അതെ അല്ലേ? അതെ അതെ. ആ പ്രോസസ് ഹബ് പിന്നീട് എവിടം വരെ എത്തി, എപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ഓക്കെ സാർ, ഇപ്പം പ്രോസസ് ഹബ് 2018 ഒരു കമ്പനിയായി മാറുമായിരുന്നു. ഒരു പ്രോ ഹബ് പ്രോസസ് മാനേജ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയായിട്ട് മാറുമായിരുന്നു. അതിൽ ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത് 21 എംപ്ലോയീസും. വെരി ഗുഡ്. 21 എംപ്ലോയീസായി എവിടെയാണ് നമ്മുടെ സ്ഥാപനം നിലനിൽക്കുന്നത്? നമ്മളിപ്പം എടപ്പള്ളി ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എടപ്പള്ളി പള്ളിയും ചങ്ങമ്പുഴ പാർക്കിന് ഇടയിലും ഉള്ളൊരു സ്പേസിലാണ്. വളരെ ഒരു കോർപ്പറേറ്റ് വിഷനോട് കൂടി നമുക്ക് ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു കോർപ്പറേറ്റ് ഓഫീസ് വേണമെന്നുള്ളത്. അത് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. നല്ലൊരു ആംബിയൻസിൽ നമ്മൾ ടീം. അതിനിടയിൽ നമ്മൾ സംരംഭകർ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ കാണിക്കുക എന്ന് പറഞ്ഞ പോലെ ശ്രീദേവിക്കും കിട്ടി ഒരടി ഒരു പാർട്ട്ണർഷിപ്പിലൂടെ. തീർച്ചയായിട്ടും എന്തായിരുന്നു അത്? സർ, ഈ കമ്പനി ആയത് ഒരു ക്ലയൻറ്റ് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ടൊരു പ്രപ്പോസൽ വെക്കുകയും ആരോടും ചോദിക്കാതെ ആരോടും കൺസൾട്ട് ചെയ്യാതെ ഞാൻ ആ സ്പോട്ടിൽ യെസ് പറയുക ചെയ്തത്. കാര്യം ഗ്രോത്താണ് നമ്മൾ മുന്നിൽ കണ്ടത്. അപ്പം അതൊരു അനദർ വഴിത്തിരിവായി എന്ന് വേണം പറയാനായിട്ട്. അന്ന് വരെ നമ്മൾ ഫേസ് ചെയ്യാത്ത കുറേ പ്രശ്നങ്ങൾ നമ്മളത് കാരണം ഫേസ് ചെയ്തു. ഒരു ഫ്യൂ മന്ത്സ് കഴിഞ്ഞപ്പോൾ എന്തിനാണ് ഓഫീസിൽ പോകുന്നത് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വന്നു തുടങ്ങിയപ്പോൾ ഐ പുട്ട് മൈ ഫുഡ് ഡൗൺ ആൻഡ് സെഡ് ദിസ് ഇസ് നോട്ട് ഗോയിങ് എനിവെയർ ദ വേ വി തോട്ട്, സോ ലെറ്റ്സ് ക്വിറ്റ്, ലെറ്റ്സ് പാർട്ട് വേസ് എന്നുള്ള രീതിയിൽ ഞാൻ ഷെയർസ് എല്ലാം തിരിച്ചു വാങ്ങുകയാണ് ചെയ്തത്. പക്ഷേ അവിടെയും ലക്ഷങ്ങൾ ഒരുപാട് കൊടുക്കേണ്ടി വന്നു. തീർച്ചയായും സർ, അത് എവിടുന്ന് പണം കണ്ടത് അവസാനം? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ദ ടീം സപ്പോർട്ടഡ് സർ. എൻ്റെ ടീം എൻ്റെ കൂടെ തന്നെ നിന്നു എന്നുള്ളതാണ്. അവർ വളരെ ഭംഗിയായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തത്. കാര്യം ഒരു മാസം ഞാൻ സക്രിയ സാറിന് എത്തപ്പംകുടിയിൽ നിന്ന് പഠിച്ച ഒരു കാര്യമാണ്, വാട്ട് എവർ ഹാപ്പൻസ് ലാസ്റ്റ് ഡേ ഓഫ് ദ മന്ത് സാലറി ഹാസ് ബി ഗിവൺ എന്നുള്ളത്. ഞാൻ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ജീവനക്കാർക്ക് കൃത്യസമയത്ത് സാലറി കൊടുത്തിരിക്കണം. അപ്പം അത് ഞാൻ എന്നും അത് നിലനിർത്തുന്ന ഒരു കാര്യമാണ്. അപ്പം അത് ഇപ്പോൾ എൻ്റെ ഗോൾഡ് പ്ലെഡ്ജ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ സേവിങ്സ് ബ്രേക്ക് ചെയ്തിട്ടായിരിക്കാം. I did it, whatever it was. I've sacrificed all of that for the growth of the business. And ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ടീമായിട്ടും ഇതുപോലത്തെ ചെറിയ ഫിനാൻഷ്യൽ സപ്പോർട്ടും ഒക്കെ ആയിട്ട് നമ്മൾ സെയിൽ ത്രൂ ചെയ്തു എന്ന് വേണം പറയാൻ. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് താങ്കൾ എന്തോ ബിസിനസ്സിലാണെന്ന് മനസ്സിലായി. നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് പ്രോ ഹബ്ബ് എന്താണ്? താങ്കൾ ചെറുകിട സ്മോൾ ആൻഡ് മീഡിയം സംരംഭകരെ സഹായിക്കുന്ന ഒരു ബിസിനസ്സിലാണ്. എന്തൊക്കെ മേഖലയിലാണ് താങ്കൾ ഇവരെ സഹായിക്കുക? സാർ, ഇപ്പോൾ ഒരു ബിൽഡിംഗ് പണിയാന്ന് വെച്ചോ, സാർ എന്നെ ഒന്ന് നോക്കിയാൽ മതി. അപ്പം ഒരു ബിൽഡിംഗ് പണിയണമെങ്കിൽ ഫസ്റ്റ് എന്താ വേണ്ടേ? നല്ല ഫൗണ്ടേഷൻ വേണം. നല്ലൊരു പ്ലാനും ഫൗണ്ടേഷൻ. തലകുത്തി വീഴും. എല്ലാ ഫ്ലോർ കയറുമ്പോഴും നമ്മൾ ഈ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. ആദ്യം നല്ല സ്ട്രോങ് ആവുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ ബിസിനസ് വിൽ ഓൾസോ കൊളാപ്സ് ഇൻ സം ടൈം ഓർ ദി അതർ, സൂണർ ഓർ ലേറ്റർ. ഓക്കെ, അപ്പം ആ ഒരു ഫൗണ്ടേഷനാണ് പ്രോ ഹബ്ബ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻ എവറി ആസ്പെക്ട്. In terms of people, in terms of systems and process, in terms of accounts and finance management, in terms of operational workflows, reporting. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് നമുക്കറിയാം ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് മാത്രമേ വാല്യൂ ഉള്ളൂ. സോ റിപ്പോർട്ടിംഗ് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അങ്ങനെയുള്ള ഒരു ബിസിനസ് സ്ഥാപനം വളരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫൗണ്ടേഷണൽ സ്ട്രെങ്ത് കൊടുക്കുക, എക്വിപ്പ് ദ ബിസിനസ് വിത്ത് ദാറ്റ് എന്നുള്ള. വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിങ് എടുക്കാം. എന്താണ് അക്കൗണ്ടിങ്ങിൽ താങ്കളുടെ സേവനം ചെയ്യുന്നത്? ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ടൈംലി ആക്യുറേറ്റ്ലി ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പം ചെയ്യുകയും അതിൽ നിന്ന് എന്ത് ഇൻസൈറ്റ്സാണ് കിട്ടുന്നത്, ബിസിനസ്സിൻ്റെ വളർച്ചയിൽ എന്ത് ഇൻസൈറ്റ്സാണ് കിട്ടുന്നതെന്നുള്ള ഇമ്പോർട്ടൻ്റാണ്. അതായത് എന്താണ് ആ P&L ബാലൻസ് ഷീറ്റോ ക്യാഷ് ഫ്ലോയോ നമ്മുടെ അടുത്ത് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ഇരുന്ന് മനസ്സിലാക്കണം ഫസ്റ്റ്. അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നു ബിസിനസ്സുകാർക്ക്. കാര്യം അക്കൗണ്ടിങ് ഒരു ടെക്നിക്കൽ സബ്ജക്റ്റാണ്. അപ്പം അവരത് നോക്കേണ്ട ആവശ്യവുമില്ല. ഇൻ ദ സെൻസ് അവരത് മനസ്സിലാക്കി എടുക്കേണ്ട ആവശ്യമില്ല. കോർ ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ്. റിപ്പോർട്ട്സ് ആണ് വേണ്ടത്. എക്സാക്ട്ലി ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഇരിക്കുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ബിസിനസ് സ്ട്രോങ് ആണോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ റിപ്പോർട്ട് കണ്ടാൽ എനിക്ക് മനസ്സിലാവണം. സെയിൽസ് എത്രയുണ്ട്, കൂടുതലാണോ കുറവാണോ, ചെലവ് എത്രയുണ്ട്, ലാഭം എത്രയുണ്ട്, ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ അക്കൗണ്ടിങ് നിങ്ങൾ ബാക്ക് എൻഡിൽ തന്നെ അവരുടെ വർക്കുകളെല്ലാം ചെയ്തു കൊടുക്കും. GST ഫയലിങ്ങോ എല്ലാ കംപ്ലയൻസും IT എല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോൾ ചെറുകിട സംരംഭകർക്ക് ഒരു അക്കൗണ്ടിങ്ങും ഡിപ്പാർട്ട്മെന്റ് ഒന്നും ഇല്ലാത്തവർക്ക് അതിന്റെ കംപ്ലീറ്റ് വർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കും. ഒരു മേഖല അതാണ്. പിന്നീട് താങ്കൾ പറഞ്ഞു പ്രോസസ്. അതെ, എന്താണ് ഈ പ്രോസസ്? നേരത്തെ പറഞ്ഞ പോലത്തെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഒരു ബിസിനസ്സിനകത്ത് എപ്പോഴും ക്ലാരിറ്റി ഉണ്ടാവണം. ബിസിനസ് ഓണർക്കും ഉണ്ടാവണം, അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഉണ്ടാവണം. എന്നാലേ അവർക്കും അവിടെ വർക്ക് ചെയ്ത് അവരുടെ കരിയറും ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പം നമ്മളും ഇവരെ ഉപയോഗിച്ച് നമ്മളും വളരാനല്ലേ ഇവരെ തീർച്ചയായും. നമ്മൾ ടീമിനെ ഉപയോഗിച്ച് അവരുടെ പ്രൊഡക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നത്. അപ്പം ബിസിനസ്സിൻ്റെ വർക്ക് ഫ്ലോ എന്താണ്, ഒരു സെയിൽ നടക്കുമ്പം അതിൻ്റെ ബാക്കിലുള്ള എന്താണ് ആ പ്രോസസ്സ്. ഒരാൾ ചെയ്യുന്നു, അയാൾ റിസൈൻ ചെയ്ത് പോയാലും അയാൾക്ക് പകരം വരുന്ന ആളും അതേപോലെ അതേ സ്റ്റാൻഡേർഡോടുകൂടി ആ വർക്ക് ഡേ ചെയ്യുക 1 ചെയ്തു എന്നുള്ളതാണ്. തുടങ്ങണം. ഡേ 1 ചെയ്തു തുടങ്ങണം. അപ്പം അത് ചെയ്യേണ്ടത് 1, 2, 3 സ്റ്റെപ്പാണ് എന്ന് ഒരാളുടെ മുമ്പിൽ ഇട്ട് കൊടുക്കുമ്പോൾ ദേ നോ ദർ ഇസ് നോ റൂം ഫോർ എറേഴ്സ്. അപ്പം അത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ് ഞാൻ സാറിന് പറഞ്ഞത്. എല്ലാ ഓപ്പറേഷൻ നമ്മൾ ബിസിനസ്സിൻ്റെ A to Z കാര്യങ്ങളിൽ ഒത്തിരി വർക്ക് ഫ്ലോസ് നടക്കുന്നുണ്ടാവും. ഈ വർക്ക് ഫ്ലോസിനെല്ലാം എന്താണ് SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്താണ്, അത് ഡിഫൈൻ ചെയ്ത് ഡോക്യുമെൻ്റ് ആക്കി ഇറ്റ്സ് എ റീഡിംഗ് ഒരു മെറ്റീരിയൽ ബുക്കായിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്. ബുക്കായിട്ടാണ് ഈ കൊടുക്കുക, പ്രോസസ്സ് നിങ്ങൾ ഫോളോ ഫോളോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ സെയിൽസിൽ പ്രശ്നം ഉണ്ടാവുന്നില്ല, അതെ റിക്രൂട്ടിംഗ് പ്രശ്നം ഉണ്ടാവുന്നില്ല, പർച്ചേസിൽ പ്രശ്നം ഉണ്ടാവുന്നില്ല, അല്ല. അക്കൗണ്ട്സിൽ, ഫിനാൻസിൽ ഇതെല്ലാം കണക്ട്. പ്രോസസ്സ് സെറ്റ് ചെയ്യാം. അതെ അപ്പോൾ ഈ SOP പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. അതെ അതെ തീർച്ചയായിട്ടും. പല സംരംഭകർക്ക് ഈ പ്രശ്നമുണ്ട്. അതെ ഒരാളെ എടുത്തിട്ടുണ്ട്, ഉം. അയാൾ എന്താ ചെയ്യുന്നത് അയാൾക്കും അറിയില്ല, നമുക്കും നമുക്കും അറിയില്ല. അറിയില്ല. നമ്മൾ എന്തോ ആദ്യം പറഞ്ഞു, അതെ അയാൾ വന്ന പണിയല്ലേ ഇപ്പോൾ എടുക്കുന്നത്. അതെ അപ്പോൾ ഡെസിഗ്നേഷൻ വൈസ് ജോബ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അബ്സല്യൂട്ട്ലി. ഒരു ഹൈറാക്കിയാണ് സർ സ്റ്റാർട്ടിംഗ് പോയിന്റ് അതിനകത്ത്. അപ്പം ഹൈറാക്കി പ്രകാരം അതിനകത്ത് ആൾ ഇന്ന ആളെന്നുള്ളതല്ല, ആ പൊസിഷനാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, അതാണ് വേണ്ടതും. അപ്പോൾ ആ പൊസിഷനിലേക്കുള്ള കറക്റ്റ് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ ഇത് സഹായിക്കും. അപ്പോൾ നമുക്ക് ആക്ച്വൽ റിക്വയർഡ് പ്രൊഡക്ടിവിറ്റി നമുക്ക് അതിൽ നിന്ന് എൻഷുർ ചെയ്യാം. ബുക്കാക്കി കൊടുക്കുമ്പം അതുകൊണ്ട് തീർന്നില്ല, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ഡെയിലി ടാസ്കിൽ അത് വരണമല്ലോ, എന്നാലല്ലേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുള്ളൂ. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് വർക്ക് ഫ്ലോ ഡിഫൈനിങ്ങും ആൾക്കാർ എന്ത് ചെയ്യണം എന്നുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻസും എന്ത് റിപ്പോർട്ടിംഗ് എന്ത് ചോദ്യങ്ങൾ അവരോട് ചോദിക്കണം, എന്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ എന്ത് റിപ്പോർട്ട് ഇങ്ങോട്ട് തരും എന്നുള്ളത് നമ്മൾ പ്രീ ഡിഫൈൻ ചെയ്ത് വെക്കുകയും. അത് പല സംരംഭകർക്കും ഈ അക്കൗണ്ടന്റിനോട് എന്താണ് ചോദിക്കേണ്ടതെന്ന് ചോദിക്കേണ്ടതെന്ന് അറിയില്ല, അറിയില്ല. എന്ത് റിപ്പോർട്ടാണ് ചോദിക്കേണ്ടതെന്ന് അറിയില്ല, അറിയില്ല. സെയിൽസുകാരോട് എന്താ ചോദിക്കുക, ഈ ഒരു പ്രശ്നമുണ്ട്. ഉണ്ട്. അപ്പം നിങ്ങൾ പറയുന്നത് പ്രോഹബ് അവരെ എന്ത് ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്, എന്ത് റിപ്പോർട്ടാണ് അതെ കിട്ടേണ്ടത്, അത് കിട്ടിയാൽ എന്താണ് നോക്കേണ്ടതെന്ന് നിങ്ങൾ പഠിപ്പിക്കും. എക്സാക്ട്ലി. ഓക്കെ. അപ്പോൾ ആ പ്രോസസ്സിൽ ഇപ്പോൾ അക്കൗണ്ടിങ് പറഞ്ഞു, SOP പറഞ്ഞു, ഒരു പ്രോസസ്സ് പറഞ്ഞു, വേറെ ഏതെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? സർ ഇതിപ്പം നമ്മൾ പറഞ്ഞു ഇവരിത് മനസ്സിലാക്കേണ്ടതുണ്ട്, ആ. റൈറ്റ് ആൾക്കാരെ എടുക്കേണ്ടതുണ്ട്. രണ്ട് ആസ്പെക്റ്റാണ്. അപ്പം ഈ ബിസിനസ് ഓണർക്ക് ഇത് മനസ്സിലാക്കാൻ നമ്മൾ ഇപ്പോൾ ട്രെയിനിങ് തന്നെ ആയിരിക്കും, ഒരു നോളജ് ഷെയറിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അത് നമ്മൾ ചെയ്തു കൊടുക്കും അവരടുത്ത്. മേക്ക് ദം എക്വിപ്പ് ഇൻ എവറി വേ. ഇന്ന സാധനങ്ങളെ നിങ്ങൾ ചോദിക്കാവുള്ളൂ, അനാവശ്യമായിട്ട് പോയിട്ട് മൈക്രോ മാനേജ്മെൻറ്റ് ചെയ്യരുത് എന്നുള്ള സാധനം. കാര്യം ട്രസ്റ്റ് ബിൽഡിംഗ് ആ സർ ഇതെല്ലാം. സോ ദാറ്റ് വി ഹെൽപ്പ് ദ ബിസിനസ് ഓണർ ടു അക്വയർ. ടീമിന് നല്ല റിസോഴ്സ് ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടി ഇതിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഹബിൻ്റെ ഭാഗമായിരുന്ന ഒരു ലേണിംഗ് വേർട്ടിക്കലിനെ നമ്മൾ സ്പിൻ ഓഫ് ചെയ്ത് വേറൊരു സംരംഭം തുടങ്ങി, വേറൊരു Okay. കമ്പനി തുടങ്ങി. ഒരു ടെക്നോളജി പ്ലാറ്റ്ഫോമിൽ കൂടി ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ അവരെ ഒരു റിയൽ വേൾഡിൽ പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് അവർ പെർഫോം ചെയ്യേണ്ടത് എന്നുള്ള, അക്കൗണ്ട്സ് മേഖലയാവട്ടെ ഓപ്പറേഷൻസ് മേഖലയാവട്ടെ, അവർക്ക് എങ്ങനെയാണത് പെർഫോം ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളൊരു റിയലിസ്റ്റിക്കലി ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് മെത്തഡോളജിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു സംരംഭം കൂടി നമ്മൾ ഇതിനെ good. പാരലായിട്ട് അപ്പോൾ ചെയ്യും. ഇന്നത്തെ കാലത്ത് നമ്മളൊരു പുതിയ ജീവനക്കാരനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തന്നെ 3 മാസം 6 മാസം എടുക്കും പഠിപ്പിക്കാൻ. എക്സാക്ട്ലി. അപ്പോൾ എന്തൊക്കെ മേഖലയിലാണ്? SAP-ലാണോ? SAP ഉണ്ട്, ടാലി ഉണ്ട്, സോഹോ ഉണ്ട്. വെരി ഗുഡ്. അപ്പോൾ ഈ സോഹോ, ടാലി ഇതിന്റെ എല്ലാം എനിക്ക് തോന്നുന്നു സോഹോയുടെ പാർട്ട്ണറും കൂടിയാണ്. പാർട്ണറും കൂടിയാണ് സർ. Okay. അതെ അപ്പം നിങ്ങൾ ചെയ്യുന്നത് ഇവരെ നിങ്ങളത് പഠിപ്പിക്കും. അതെ. അവിടെ പ്രാക്ടിക്കൽ നോളജ്. പ്രാക്ടിക്കൽ നോളജ്. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്ന പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവർ നേരിട്ട് ഡേ 1 പ്രൊഡക്റ്റീവ് ആവുകയാണ്, അവർക്ക് ജോലി ചെയ്യാം, അബ്സല്യൂട്ട്ലി. നമ്മൾ പഠിപ്പിക്കൊന്നും വേണ്ട. നമ്മൾ പഠിപ്പിക്കൊന്നും വേണ്ട. അതൊരു വേറെ വേർട്ടിക്കൽ. വേറെ vertical എനിക്ക് മനസ്സിലായ ശ്രീദേവി പ്രോഹബ് ചെയ്യുന്ന ഒരു ഒന്നെന്ന് പറയുന്നത് അക്കൗണ്ടിങ് വർക്കുകളെല്ലാം നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറാണ്. രണ്ട്, ഒരു സ്ഥാപനത്തിന് വേണ്ട പ്രോസസ്സുകൾ മുഴുവൻ സെറ്റ് ചെയ്ത് കൊടുക്കും. അതെ. അത് സെയിൽസ് ആയിരിക്കാം, റിക്രൂട്ട്മെന്റ് ആയിരിക്കാം, ജോബ് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കാം. ആയിരിക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഈ സംരംഭകർ ഒരു വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്ന ഒരാൾ, അതെ. ആ വ്യക്തി ഉള്ളത് കൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അയാൾ രാജിവെച്ച് പോയി. Yeah. ഓക്കെ. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഇവർക്ക് പ്രശ്നമില്ല, കാരണം അയാൾ എന്തൊക്കെയാണ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അവിടെ ഉണ്ട്. ഉണ്ട്. അടുത്ത ആളെടുത്താൽ ഇതെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാത്രം ചെയ്താൽ മതി. ചെയ്യാം. ഡേ 1 തൊട്ട് അവർക്ക് ചെയ്തു തുടങ്ങാം. ഇതാണ് സംരംഭകർക്ക് ആവശ്യം, പീപ്പിൾ റമ്മിൽ നിന്ന് പ്രോസസ് റണ്ണിലേക്ക്. ഇത് ചെയ്ത ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ഒരു എക്സാമ്പിൾ എന്താ ചെയ്തതെന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറയാം. ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. പക്ഷെ നമുക്ക് സാറിന് നമ്മൾ ലീഗിൽ തന്നെയുള്ള നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട്. അവർ മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിലാണ്, ഡോർസ് ആൻഡ് വിൻഡോസ്, UPVC ഡോർസ് ആൻഡ് വിൻഡോസ് ചെയ്യുന്നവരാണ്. വൺ ഓഫ് ദി എക്സാമ്പിൾസ് ആണ് ഞാൻ പറയുന്നത്. സോ അതായത് കുറേ മാനുവൽ പ്രോസസ്സ് ചെയ്യുന്ന നമ്മളൊരു ഓട്ടോമേറ്റഡ്, എനിക്ക് ഒരു ടെക്നോളജി പാർട്ട്ണർ കൂടെ ഉണ്ട്. അപ്പം ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ളൊരു ഓട്ടോമേറ്റഡ് പ്ലാറ്റ്ഫോമിലേക്ക്
ഈ വിസിബിലിറ്റി ആൻഡ് ക്ലാരിറ്റി, ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക് ആണെങ്കിൽ സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു മണി, അതിൻ്റെ ഒരു വിസിബിലിറ്റി കിട്ടേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എല്ലാവർക്കും സംരംഭകർക്ക് ഈ സ്റ്റോക്ക് കമ്പ്യൂട്ടറിൽ സ്റ്റോക്ക് ഉണ്ട്, പക്ഷെ ഫിസിക്കലി സ്റ്റോക്ക് ഇല്ല. ഉണ്ടാവില്ല. പല പ്രശ്നങ്ങളാണ്. തിരിച്ചും സോ അപ്പോൾ ആ സ്റ്റോക്കിന് ക്ലാരിറ്റി ഒരു ഒരു ട്രേഡിംഗ് നടത്തുന്ന ഒരു ബിസിനസ് ഓണർക്ക് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അവിടെ നമ്മളൊരു മാനുവൽ സിസ്റ്റത്തിൽ നിന്ന് നമ്മളൊരു ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിലേക്ക് ഒരു ക്ലിക്ക് ഓഫ് ബട്ടൺ ഇപ്പോൾ ഒരു വിസിബിലിറ്റി കാണിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അത് വന്നതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ഫങ്ഷൻസിനെയും SOP ബേസ് ചെയ്ത് നമ്മൾ വർക്ക് ഫ്ലോ ഡിഫൈൻ ചെയ്ത് വന്നതിൻ്റെ കൂടുതൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ആയി, കുറച്ചുകൂടി മാനുഫാക്ചറിംഗിലേക്ക് ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റിനൊരു ക്ലാരിറ്റി ആയി, ഓർഡർ വൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ ബേസിക്കലി ഇറ്റ്സ് ഫോർ റിപ്പോർട്ടിംഗ് പർപ്പസ്. അപ്പോൾ എന്താണ് നടക്കുന്നതെന്നുള്ള അറിയണമല്ലോ. അപ്പോൾ ഡേറ്റ അനലറ്റിക്സിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത്. ആൻഡ് എല്ലാവർക്കും ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, പൊസിഷൻസ് ആർ ഡിഫൈൻഡ്. അപ്പം കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ഇൻ ടേംസ് ഓഫ് ബിസിനസ് ഓണേഴ്സിന് അവിടെ ലഭിക്കുന്നതായിട്ട് നമുക്ക് അത് മാത്രമാണോ? അപ്പം നിങ്ങൾ അതിൽ ഇന്റർഫിയർ ചെയ്യുന്നുണ്ടോ? ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം അവർക്കൊരു കോർ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെ കോൾസും ആദ്യമായിട്ടൊരു ക്വാർട്ടർലി റിവ്യൂ മീറ്റിംഗ് നമ്മൾ ഞങ്ങളുടെ പ്രസൻസിലാണ് നടത്തുന്നത്. ഒരു ഫസ്റ്റ് ടൈം, ബിക്കോസ് അവർക്ക് ഹാൻഡ് ഹോൾഡിംഗ് റിക്വയർഡ് ആണ്. അതർവൈസ് ദേ ആർ വെരി കേപ്പബിൾ ഓഫ് ഡൂയിങ്, ദ ടീം ഇസ് വെരി ഗുഡ്. അപ്പം ടീം നല്ലതായിട്ട് കോപ്പറേറ്റ് ചെയ്യുമ്പം ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇംപ്ലിമെൻ്റ് ആവും. സോ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. ആൻഡ് they also want to learn, they also want to make this right in every way. അപ്പം അതൊരു വലിയ ഹെൽപ്ഫുൾ ആയിട്ടാണ്. അപ്പം പ്രോഹബിന് ഇപ്പോൾ എത്ര ക്ലയൻസ് ഉണ്ട്? സർ ഇപ്പം നമുക്ക് 100ഓളം ക്ലയൻസ് ഇൻക്ലൂഡിങ് ദ IT ക്ലയൻസ് നമുക്കുണ്ട്. നമ്മുടെ രാജ്യത്ത് മാത്രമാണോ? സർ അതൊരു വഴിത്തിരിവാണ് നമുക്ക് 2018 നടന്നത്. വെൻ വി കൺവേർട്ടഡ് ദിസ് ഇൻടു കമ്പനി, വി ഫസ്റ്റ് ഹാഡ് അക്വയർഡ് എ ക്ലയൻറ്റ് ഇൻ UK. ലണ്ടനിൽ ഉള്ളൊരു ക്ലയൻറ്റിനെ നമ്മൾ അക്വയർ ചെയ്തു. അതായിരുന്നു നമ്മളുടെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. ദോ ഐ സ്റ്റാർട്ടഡ് ദ പ്രോസസ് വർക്ക് ഇൻ ഇന്തോനേഷ്യയിലാണ് ഇത് തുടങ്ങിയത്. ആക്ച്വലി ഫസ്റ്റ് പ്രോജക്റ്റ് ഇന്തോനേഷ്യയിലായിരുന്നു. ഏകദേശം 15-16 മണിക്കൂർ വേണം യാത്ര ചെയ്ത് അവിടെ എത്താൻ. രണ്ട് തവണ പോയിട്ടുണ്ട്. മലയാളി സംരംഭം തന്നെയാണ്, ബട്ട് ഫർണിച്ചർ മാനുഫാക്ചറിംഗിൽ ഉള്ളതായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കൊരു ലൊക്കേഷൻ സ്പെസിഫിക്കോ അല്ലെങ്കിൽ ദ ഹോൾ വേൾഡ് ഇസ് മൈ മാർക്കറ്റ് എന്നുള്ളത് തന്നെയാണ്. ഇൻ ഇൻഡസ്ട്രി എന്നൊന്നുമില്ല, പ്രോസസ് ഇസ് പ്രോസസ്. കോർ ബിസിനസ് അങ്ങനെ റിജക്ഷൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. IT മേഖലയിൽ ഞാൻ കൊടുത്തിട്ടുള്ള പിച്ചിങ് ഡിഡ് നോട്ട് വർക്ക്. ദേ സെഡ് യു ഡോണ്ട് ഹാവ് റെലവൻറ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് എന്നെ റിജക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ബിസിനസ് ഇസ് ബിസിനസ് അൾട്ടിമേറ്റ്ലി, വാട്ട് എവർ ദ പ്രോഡക്റ്റ് ഓർ സർവീസ് ബി. അപ്പം ഇന്തോനേഷ്യയിൽ നിന്ന് തുടങ്ങിയത് നമുക്ക് ശരിക്കും ഒരു പ്രോപ്പർ ഒരു റീറ്റെയിനർ ക്ലയൻ്റ് ആയിട്ട് നമുക്ക് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു UK ക്ലയൻറ്റിൽ വെച്ചിട്ടാണ്. പിന്നെ ദർ ഇസ് നോ ലുക്കിംഗ് ബാക്ക് സർ. UK കിട്ടി. പിന്നെ എവിടെയൊക്കെ ഉണ്ട്? പിന്നെ നമ്മൾ US സ്റ്റാർട്ട് ചെയ്തു. US ക്ലയൻറ്റിൻ്റെ CPA റെഫർ ചെയ്ത് നമുക്ക് വേറെ ക്ലയൻറ്റ്സ് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റി. എല്ലാം വേർഡ് ഓഫ് മൗത്ത് ആണ് സർ. ഗോഡ് ഹസ് ബീൻ കൈൻഡ് ഇൻ ദാറ്റ് വേ. ആൻഡ് അവിടെ നിന്ന് പിന്നെ നമുക്ക് ഖത്തറിന്ന് ഒരു ക്ലയൻറ്റ് ഇങ്ങോട്ട് വിളിച്ച് നമ്മുടെ വെബ്സൈറ്റിൽ നമ്പർ എടുത്ത് ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ളൊരു ക്ലയൻറ്റ് ഉണ്ട്. അങ്ങനെ US, UK, ഖത്തർ നമ്മൾ വർക്ക് ചെയ്യുന്നു സർ. എക്സലൻറ്റ്. ഇതിൽ താങ്കളുടെ ടെക് കമ്പനി, താങ്കളുടെ ഒരു പാർട്ണർ ഉണ്ടെന്ന് പറഞ്ഞു. പാർട്ണറുണ്ട്. അപ്പം നമ്മളുടെ ലേണിംഗ് വെർട്ടിക്കൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഒരു ടെക് പ്ലാറ്റ്ഫോമിലാണ് പോകുന്നത്. കാരണം എനിക്ക് കൺവെൻഷണൽ തിയറി ക്ലാസ്സസോ ക്ലാസ് റൂമോ ഒന്നും എനിക്ക് താല്പര്യമില്ലാത്ത ആളാണ്. അപ്പം എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തന്നെയാണ്. അപ്പം അതിനെ ടെക് ഇൻഫ്യൂസ് ചെയ്തത് ക്രിസ്റ്റഫർ ആണ്. ക്രിസ്റ്റഫർ ഇസ് എ ടെക്കി ആൻഡ് ഹീ ഗേവ് വിങ്സ് ടു മൈ ഡ്രീംസ് എന്ന് പറയാം. അത് വളരെ ഭംഗിയായിട്ട് അതിനൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകും സർ. ഈ ഒരു സംരംഭത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു നിമിഷമുണ്ടോ അത് നിർത്തിപ്പോയാലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഒബ്വിയസ്ലി സർ. പക്ഷേ ക്വിറ്റിംഗ് ഇസ് നോട്ട് എൻ ഓപ്ഷൻ. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഓപ്ഷൻ അല്ല. അതിലും ഈവൻ ഇൻ ദ ഡിഫിക്കൽട്ട് ടൈംസ് ദർ ബി എ വേ ഔട്ട് എന്നുള്ളൊരു പോസിറ്റീവ്, എനിക്ക് പോസിറ്റീവ് കാണാനാണ് കൂടുതൽ താല്പര്യം. സോ അങ്ങനെ തന്നെ പോയി. ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലേ? ഗോഡ് ഹസ് ബീൻ വെരി വെരി കൈൻഡ് ഇൻ ദാറ്റ് മാനർ. എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, നമ്മൾ ഏത് സമയത്ത് കൃത്യസമയത്ത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീദേവിയുടെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഒരു ഗ്ലോബൽ ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ MSME എല്ലായിടത്തും ഉണ്ടല്ലോ. ഗ്ലോബൽ സിനാരിയോയിൽ വളരാൻ ആഗ്രഹിക്കുന്ന, പ്രൊഫഷണലി വളരാൻ ആഗ്രഹിക്കുന്ന സംരംഭങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ ഞാനില്ലെങ്കിലും ഈ ബിസിനസ് ഭംഗിയായി നടക്കും എന്നുള്ള വിശ്വാസം ബിസിനസ് ഓണേഴ്സിന് കൊടുക്കുകയും സാധിക്കുന്ന രീതിയിൽ ആ ബിസിനസ്സുകളെ വളർത്തുക എന്നുള്ള സപ്പോർട്ട് സർവീസ് നടത്തണം. ഗ്ലോബൽ, ലോകമെമ്പാടും നടത്തുക എന്നുള്ള വലിയ സ്വപ്നമാണ് സർ. അതൊരു കോൺഫിഡൻറ്റ് വനിതാ സംരംഭകരുടെ വാക്കുകളാണ്. അതെ. നിരവധി വനിതാ സംരംഭകർ നമ്മുടെ ഈ സ്പാർക്ക് കാണുന്നവരുണ്ട്.
നമ്മുടെ നിവിൻ പോളി ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ ഞാൻ ഒറ്റയ്ക്ക് പൊരുതി വന്നവനാണ് ആണ്. എന്നൊക്കെ പറയുന്ന പോലെയാണ് ശ്രീദേവിയുടെ കഥ. ഒറ്റയ്ക്ക് പൊരുതി വന്ന ആളാണ്. അതെ. ആ വനിതാ സംരംഭകരോട് ചിലപ്പോൾ അവർ തൊഴിൽ ചെയ്യുന്നവരായിരിക്കാം, സംരംഭത്തിലേക്ക് ഇറങ്ങാൻ ആഗ്രഹമുള്ളവരായിരിക്കാം, ഇതൊന്നും ചെയ്യാതെ വീട്ടിൽ അടുക്കളയിൽ വെറുതെ ഇരിക്കുന്നവരായിരിക്കാം. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? സർ, നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു തീരുമാനമാണ്, ഒരു ഡിറ്റർമിനേഷൻ. അത് മനസ്സിലാവണം ആദ്യം. ഐ വോണ്ട് ടു ഡൂ സംതിങ് ഓൺ മൈ ഓൺ. നിങ്ങൾക്ക് ചിലപ്പം പ്രോഡക്റ്റോ സർവീസോ ഒന്നും വിസിബിൾ ആയിട്ടുണ്ടാവില്ല, പക്ഷെ ആ തീരുമാനമാണ് സർ, ആ ഡിറ്റർമിൻഡ് തീരുമാനമാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിങ്. മനസ്സുറപ്പുണ്ടാവും. മനസ്സുറപ്പോടുകൂടി അങ്ങ് തീരുമാനിക്കുക. ആ തീരുമാനം എഴുതി വെക്കുക. ഗോളൊക്കെ സാറിൻ്റെ എപ്പോഴും അഡ്വൈസ് പോലെ തന്നെയാണ് അത്. എഴുതി വെക്കുക, അതൊരു ഗോളിലേക്ക് എത്തിക്കുക, അതിൻ്റെ എക്സിക്യൂഷനിലേക്ക് രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇറങ്ങുക എന്നുള്ളതാണ്. തടസ്സങ്ങളെ ഉണ്ടാവൂ. ആ തടസ്സങ്ങളിൽ നിന്ന് നമുക്ക് മുന്നോട്ട് നമ്മളെ തന്നെ നയിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. യു ഹാവ് മാറരുത്. ടു നോ ക്വിറ്റിംഗ്. സോ യു ഹാവ് ടു ഗോ ഫോർവേഡ് വിത്ത് വാട്ട് എവർ ഡിറ്റർമിനേഷൻ ആൻഡ് ഡിസിഷൻ ദാറ്റ് യു ഹവ് ടേക്കൺ. അത് മാത്രമേ ഉള്ളൂ. എവിടെയാണെങ്കിലും വൈകിയാണെങ്കിലും വിജയം എനി ഉറപ്പാണ്. ടൈം ഞാൻ ആ വിജയം വരും. വരും എന്നുള്ളത് തന്നെയാണ്. സോ ജസ്റ്റ് പെർസീവറൻസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ശ്രീദേവി ഒരു സംരംഭക ആയതിൽ തന്നെ ഒത്തിരി പെയിനുകളും ഉണ്ട്. അബ്സല്യൂട്ട്ലി. അത്തരം വേദനകളും അതോ അത് സന്തോഷമാണോ? സർ, ഏറ്റവും കൂടുതൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നതും മിസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കാര്യം, എൻ്റെ മകൻ്റെ കൂടെ അവൻ്റെ ഗ്രോയിങ് ഇയേഴ്സിൽ റിക്വയർഡ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നുള്ളതാണ്. എന്നാൽ ആ മകനാണ് ശ്രീദേവിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. എൻ്റെ ഇന്നർ വോയിസ് അവനാണ്. ആ. സോ ഈവൻ ഇൻ ദാറ്റ് കൊച്ചു പ്രായത്തിൽ വരെ അവൻ തന്നിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഇസ് സംതിങ് വിച്ച് ഹസ് ടേക്കൺ മീ ദിസ് ലോങ്. അപ്പം അവനുമായിട്ടുള്ളൊരു ഗ്രോയിങ് ഇയേഴ്സിൽ അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നുള്ളത് എൻ്റെ റിഗ്രറ്റ് തന്നെയാണ്. ബട്ട് ഓൺ ദ അതർ സൈഡ് ഐ എം മോർ ഹാപ്പി ദാറ്റ് എൻ്റെ കൂടെ നിൽക്കുന്ന കുറേ ടീം മെമ്പേഴ്സ്, എൻ്റെ സ്ട്രെങ്ത് ആയിട്ടുള്ള ടീം മെമ്പേഴ്സ്, അവരുടെ വീടുകളും അവർക്കൊരു കരിയറും കാര്യങ്ങളും എന്നാൽ കഴിയുന്ന രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതും അവരുടെ കരിയർ ഗ്രോത്തിൽ നമുക്കൊരു ഭാഗമാകാൻ പറ്റിയിട്ടുള്ളതും അതൊരു സാറ്റിസ്ഫാക്ഷൻ വേറെ രീതിയിൽ. പിന്നെ ഫാമിലി സർ, ഫാമിലി ലൈഫ് അത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാ സംരംഭകർക്കും പറയാനുള്ള സ്റ്റോറി തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ്. ശ്രീദേവി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭകയാണ്. ഇനി മൈൽസ് ടു ഗോ. യെസ്. ഈ എളിയ വിജയത്തിന് ക്രെഡിറ്റ് ആർക്ക് കൊടുക്കും? എൻ്റെ ടീം സർ. ദാറ്റ്സ് ഇറ്റ്. അവര് വളരെ That's my സ്ട്രോങ് strength. ആയിട്ടുണ്ട്. ദാറ്റ്സ് മൈ ടീം, നത്തിങ് എൽസ്. ആ ഒരു ടീം ഉള്ളത് കൊണ്ടാണ് ഇത്തരം നല്ല കസ്റ്റമേഴ്സിനെ അവർക്ക് Absolutely. സഹായിക്കാനാവുന്നത്. അബ്സല്യൂട്ട്ലി സർ, അബ്സല്യൂട്ട്ലി. കാര്യം ഈ പ്രോസസ്സൊക്കെ ഞാനും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പം എനിക്കും എല്ലാത്തിലും കയറിയിട്ട് പോയിട്ട് മൈക്രോ മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം എൻ്റെ ടീം അവിടെ വളരെ ഭംഗിയായിട്ട് എൻ്റെ വിഷൻ, അതായത് കമ്പനീൻ്റെ വിഷൻ മുന്നോട്ട് നയിക്കുന്നത് കൊണ്ടാണ് അവിടെ കറക്റ്റ് ഡെലിവറബിൾസും കറക്റ്റ് കാര്യമായിട്ടുള്ള നമ്മുടെ വാല്യൂ സിസ്റ്റം അനുസരിച്ചിട്ടുള്ള നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ ഡെലിവർ ചെയ്യാൻ പറ്റുന്നത്. ശ്രീദേവിക്കും ശ്രീദേവിയുടെ കൂടെ ചങ്ക് പോലെ നിൽക്കുന്ന ഈ ടീമിനും നിരവധി സംരംഭകരെ, പ്രത്യേകിച്ച് സ്മോൾ ആൻഡ് മീഡിയം സംരംഭകരെ, ഒരു പീപ്പിൾ റൺ, നമ്മളുണ്ടെങ്കിൽ കാര്യം നടക്കും, നമ്മളില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല എന്നതിലേക്ക് മാറ്റി നമ്മളില്ലെങ്കിലും കാര്യങ്ങൾ നടക്കുമെന്നുള്ളൊരു പ്രോസസ്സ് സെറ്റ് ചെയ്യാൻ യെസ്, തീർച്ചയായിട്ടും സഹായിക്കും. യെസ്, അബ്സല്യൂട്ട്ലി. നിങ്ങൾ കേട്ടു ശ്രീദേവി എന്ന ഈ വനിതാ സംരംഭകയുടെ യാത്ര. വളരെ ഹാർഡ്ഷിപ്പുകൾ നിറഞ്ഞതാണ്. അദ്ദേഹം നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. ഡിലോയിറ്റ് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും മികച്ച കമ്പനികളിലൊന്നാണ്. അവിടെ നിന്നൊക്കെ ജോലി രാജിവെച്ച് 8,000 രൂപ ആദ്യ വരുമാനം കിട്ടുന്ന ഒരു ആസ്പിറ്റോസ് ഷീറ്റിൻ്റെ അടിയിലാണ് ഒരു സംരംഭം തുടങ്ങുന്നത്. ഹാർഡ്ഷിപ്പുകൾ, ഇത്തരം ഹാർഡ്ഷിപ്പുകളാണ് നമ്മളെ സ്ട്രോങ് ആക്കുന്നത്. ശ്രീദേവിയെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. അദ്ദേഹം എൻ്റെ ഈഗിൾ കോച്ചിങ്ങിലൂടെ വന്ന് നിരവധി ക്ലയൻസിനെ സെർവ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സംരംഭത്തിനൊരു നന്മയുണ്ട്. ഇന്ന് ചെറുകിട സംരംഭകർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ് നമ്മളുണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്ന്, നമുക്ക് നമ്മുടെ ആൾക്കാർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനുള്ളൊരു ഭയമുണ്ട്. ഇനി പ്രശ്നം അവർ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് മൈക്രോ മാനേജ്മെൻറ്റ് നമ്മൾ പുറകെ നിന്ന് ചെയ്യിക്കാൻ ശ്രമിക്കും. ഇതിനിടയിൽ എവിടെയാണ് സുഹൃത്തെ വളർത്താൻ സമയം കിട്ടുക? അതുകൊണ്ട് തന്നെ നമ്മൾ പീപ്പിൾ റണ്ണിൽ നിന്ന് പ്രോസസ് റണ്ണിലേക്ക് മാറുക. ഓരോ കാര്യങ്ങളും ഒരു പ്രോസസ്സ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. അത് ചിലപ്പോൾ നമുക്കറിയില്ല എന്ന് വിചാരിച്ചതുകൊണ്ട് ആവില്ല എന്നർത്ഥമില്ല. ഇതുപോലുള്ള സംരംഭകരെ നമുക്ക് യൂസ് ചെയ്യാം. അതിന് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതൊരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് തോന്നുകയില്ല. നമ്മുടെ സംരംഭം വളർത്താനായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇത്തരം സംരംഭങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടാവേണ്ടത്. ചെറുകിട സംരംഭകർ അവരില്ലെങ്കിലും ആ സംരംഭം നന്നായി നടക്കണം. അവർക്ക് വളർത്താൻ സമയം കണ്ടെത്തണമെങ്കിൽ പ്രോസസ്സിലേക്ക് മാറണം. ശ്രീദേവി വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഹംബിൾ സ്റ്റോറിയാണ്. വളരെ വർഷങ്ങളായിട്ട് പരിചയമുള്ള എൻ്റെ സഹോദരിയാണ് താങ്കൾ. എൻ്റെ ഈഗിൾ തന്നെ നിരവധി ആൾക്കാരെ താങ്കൾ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി സംരംഭകരെ താങ്കൾ ഇനിയും സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ യാത്ര തുടരട്ടെ.
ഞങ്ങൾ ഈഗിൾ 1500 പേര് വരുന്ന കമ്മ്യൂണിറ്റി താങ്കളുടെ കൂടെ സ്ട്രോങ് ആയിട്ടുണ്ട്. വ്യക്തിപരമായി ഞാനും താങ്കളുടെ കൂടെയുണ്ട്. താങ്ക് യു സോ എല്ലാ മച്ച്. ആശംസകളും താങ്കളുടെ ടീമിനും താങ്കൾ സഹായിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും. താങ്ക് യു സോ മച്ച് സർ.